ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് യൂട്യൂബ് ഷോർട്സിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും എളുപ്പം വ്യൂസ് കിട്ടുന്നതും വളരെ പെട്ടെന്ന് റീച്ച് ആവാൻ സാധിക്കുന്നതുമായ യൂട്യൂബിൻ്റെ ഒരു ക്രൈറ്റീരിയയാണ് ഷോർട്സ് എന്ന് പറയുന്നത്. ഷോർട്സിൻ്റെ മോണിറ്റൈസേഷൻ പോളിസി എന്ന് പറയുന്നത് 90 ഡേയ്സ് കൊണ്ട് ഏതാണ്ട് 10 മില്യൺ വ്യൂസ്, അതായത് 10 ലക്ഷത്തോളം വ്യൂസ് ആണെന്ന് തോന്നുന്നു. അതാണ് യൂട്യൂബിൻ്റെ ഷോർട്സിലെ ക്രൈറ്റീരിയ. ചിലപ്പോൾ നമ്മുടെ ഭാഗ്യം കൊണ്ട് നമുക്ക് ഒരു വീഡിയോയ്ക്കൊക്കെ ചിലപ്പോൾ നല്ല റീച്ച് കിട്ടിക്കഴിഞ്ഞാൽ മില്യൺ വ്യൂസ് വരെ എത്തിയേക്കാം. നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ചിലപ്പോൾ ഒരു 100 ഷോർട്സ് ഇട്ടാലും നമ്മൾ അതിലേക്ക് എത്തിയെന്നും വരത്തില്ല. അപ്പം നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. അതുകൊണ്ട് നമ്മൾ ലോങ് വീഡിയോസും കൂടി അതിൻ്റെ കൂടെ ചെയ്യണം. ഷോർട്സിലും ലോങ് വീഡിയോസിലും രണ്ടും അപ്ലോഡ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഷോർട്സിൻ്റെ ഒരു മാറിയ പോളിസി എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഏത് ഷോർട്സ് ഇട്ടാലും നമുക്ക് മിനിറ്റുകൾ കൊണ്ട് അല്ലെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് 1K വ്യൂസ്, 2K വ്യൂസ്, 3K വ്യൂസ്, 5K വ്യൂസ് ഇങ്ങനെയൊക്കെ പെട്ടെന്ന് മാറി മാറി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാവും, നമ്മൾ ഹാപ്പിയാവും. 10K വ്യൂസൊക്കെ അടിച്ചല്ലോ എന്ന്. അത് യൂട്യൂബിൻ്റെ ഇപ്പോഴത്തെ ഒരു പോളിസിയുടെ ഭാഗമായിട്ട് വന്നതാണ്. ഒരിക്കലും സന്തോഷിക്കേണ്ട. നേരെ YT സ്റ്റുഡിയോയിൽ പോയിട്ട് അതിൽ എൻഗേജ്ഡ് വ്യൂസ് എന്നൊരു ഓപ്ഷനുണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കറിയാം ശരിക്കും നമ്മുടെ യൂട്യൂബിലെ ഷോർട്സ് എത്ര പേര് കണ്ടു എന്നുള്ളത് നമുക്കറിയാം. പിന്നെ ഈ 1K 2K എന്ന് കാണിക്കുന്നത് ഇൻസ്റ്റഗ്രാമും പോലെയുള്ള മാധ്യമങ്ങൾ, സമൂഹ മാധ്യമങ്ങളിലേക്ക് കൂടുതൽ ആളുകൾ പോകുന്നത് കൊണ്ട് യൂട്യൂബ് തന്നെ ഇറക്കിയ ഒരു പുതിയ പോളിസിയാണ് ഇപ്പോൾ ഈ എൻഗേജ്ഡ് വ്യൂസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഫേസ്ബുക്കിലും നമ്മുടെ ഇൻസ്റ്റഗ്രാമിലുമൊക്കെ വെറുതെ ആണെങ്കിൽ പോലും ആ പോസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് 1 വ്യൂ ആയിട്ടാണ് കൂട്ടുന്നത്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലുമൊക്കെ ധാരാളം വ്യൂസ് ഇങ്ങനെ കൂടുന്നതാണ്. ആൾക്കാർ അതിലേക്ക് അട്രാക്റ്റ് ചെയ്ത് അങ്ങോട്ട് പോകും. അതിന് പകരം യൂട്യൂബ് ആൾക്കാരെ ഇങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ചെയ്തൊരു പരിപാടിയാണ് ഈ ഷോർട്സും ഇതേപോലെ വ്യൂസാക്കി മാറ്റിയത്. അതായത് ഷോർട്സ് നമ്മൾ വെറുതെ ഒന്ന് സ്ക്രോൾ ചെയ്താൽ പോലും നമുക്കത് 1 വ്യൂ കിട്ടും. പക്ഷേ നമ്മൾ ആക്റ്റീവായിട്ട് കണ്ട വ്യൂസിനെ അറിയണമെങ്കിൽ നമ്മൾ എൻഗേജ്ഡ് വ്യൂസിൽ പോയി നോക്കണം. അത് ഷോർട്സിൻ്റെ ഇപ്പോഴത്തെ വന്ന പോളിസിയാണ്. പലർക്കും ഇതറിയില്ല. അവർ നോക്കുമ്പോൾ 1K 2K 4K 10K എന്നൊക്കെ കിടക്കുന്നു, വളരെ ഹാപ്പിയാവും. അതിന് പ്രശ്നമില്ലല്ലോ, ഷോർട്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. പക്ഷേ ഇതിൻ്റെ നിജസ്ഥിതി എന്ന് പറഞ്ഞാൽ എൻഗേജ്ഡ് വ്യൂസിലാണ് ശരിക്കും ഇതിൻ്റെ ഒരു കളി ഒളിഞ്ഞു കിടക്കുന്നത്. അവിടെയുള്ള വ്യൂസാണ് ചിലപ്പോൾ 120, 1000K 1K 10K അടിച്ചു കഴിഞ്ഞാൽ പോലും എൻഗേജ്ഡ് വ്യൂസ് 1000, 250 ഒക്കെ ആയിരിക്കും. അതാണ് യൂട്യൂബിൻ്റെ ഒരു പുതിയ പോളിസി. അപ്പോൾ ഇതൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തത്. നമ്മൾ 10K അല്ലെങ്കിൽ 11K വ്യൂസ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞ് ഒരിക്കലും നമ്മൾ സന്തോഷിക്കേണ്ട. അതിൻ്റെ യഥാർത്ഥ നിജസ്ഥിതി അറിയണമെങ്കിൽ നമ്മുടെ എൻഗേജ്ഡ് വ്യൂസിൽ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ എൻഗേജ്ഡ് വ്യൂസിൽ എത്ര വ്യൂസ് ഉണ്ടെന്ന് അറിയാം. അപ്പോൾ എനിക്ക് പറഞ്ഞു വരുന്നത്, യൂട്യൂബിൽ ഷോർട്സും വീഡിയോസും ഡെയിലി അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു ദിവസം ഒരു ഷോർട്സ് എങ്കിലും ഇടുക. അതുപോലെ ഒരു ലോങ് വീഡിയോ, 4-5 മിനിറ്റുള്ള ഒരു ലോങ് വീഡിയോയും കൂടി യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുക. അങ്ങനെ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ ആൾക്കാരൊക്കെ കാണുകയാണെങ്കിൽ യൂട്യൂബ് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. എന്നും ഇതുപോലെ ഷോർട്സൊക്കെ ഇടുമ്പോൾ യൂട്യൂബ് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. അത് നമ്മൾ ആൾക്കാർക്ക് അയച്ചു കൊടുക്കുമ്പോൾ യൂട്യൂബ് തന്നെ കുറച്ച് പേര് കണ്ടു കഴിയുമ്പോൾ യൂട്യൂബ് തന്നെ റെക്കമെൻഡേഷനിലേക്ക് പോകും. അങ്ങനെ നമുക്ക് കുറച്ചെങ്കിലും ആൾക്കാരെയൊക്കെ കിട്ടും. അതാണ് യൂട്യൂബിൻ്റെ ഒരു പോളിസി. അപ്പോൾ ഇതൊന്നും അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. ഒരിക്കലും നമ്മൾ തെറ്റിദ്ധരിക്കരുത്. 1K 2K എന്നൊക്കെ കണ്ടിട്ട് അത് യൂട്യൂബ് നമ്മളെ അതിലേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. ശരിക്കുള്ള വ്യൂസ് അറിയണമെങ്കിൽ YT സ്റ്റുഡിയോയിൽ കയറിയിട്ട് എൻഗേജ്ഡ് വ്യൂസ് നോക്കി കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഷോർട്സും വീഡിയോസും ഡെയിലി അപ്ലോഡ് ചെയ്യുക. ഷോർട്സ് ഒരു ദിവസം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നിർത്തി വെക്കരുത്. കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്സ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ വീഡിയോസും കഴിവതും വീഡിയോസും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. രണ്ടും ഇട്ടാൽ അത്രയും നല്ലത്. മോണിറ്റൈസേഷൻ ആകുന്നത് വരെ പിന്നെ നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഇടാം. പക്ഷേ മോണിറ്റൈസേഷൻ ആകുന്നത് വരെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്സും വീഡിയോയും ഇട്ടുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറെ വിഷയമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.